ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം 69:16. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നിന്റെ ദയ നല്ലതല്ലോ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എങ്കിലേക്ക് തിരിയണമേ. അടിയന് തിരുമുഖം മറക്കരുതേ. ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ പ്രതീക്ഷകൾ തകർന്നടഞ്ഞ് പ്രതിബന്ധങ്ങളിൽ മുന്നോട്ട് പോകാനാവാതെ നിസ്സഹായതയുടെ കണ്ണുനീർ കയങ്ങളിൽ മുങ്ങിത്താന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി സമർപ്പിച്ച് ഇറങ്ങിത്തിരിച്ചവർ പോലും പലപ്പോഴും കാരുണ്യവാനായ ആണിപ്പഴുതുള്ള പൊൻകരങ്ങളിൽ എത്തിപ്പിടിക്കുവാൻ ശ്രമിക്കാറില്ല. നിസ്സഹായയുടെ താഴ്വരകളിൽ നിന്നും അത്യുന്നതനായ ദൈവത്തോട് നിലവിളിക്കുവാൻ കഴിയാതെ വരുമ്പോൾ നിരാശ നമ്മിൽ ആളിപ്പടരുന്നു. ആ തീനാളങ്ങൾ നമ്മുടെ പ്രത്യാശയെ കരിച്ചു കളയുമ്പോൾ ദൈവത്തിൽ നിന്നും നമ്മൾ അകന്നു പോകുന്നു. അപ്രകാരമുള്ള അകൽച്ച തകർച്ചയിലേക്കും നിത്യമായ തകർച്ചയിലേക്കും നമ്മെ നയിക്കുന്നു. 69-ാം സങ്കീർത്തനം നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ഒരു പ്രവചന സങ്കീർത്തനമാണ്. 9-ാം വാക്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2:17 ഉദ്ധരിച്ചിരിക്കുന്നു. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. ദൈവ സാന്നിധ്യമാണ് ദേവാലയത്തെ പവിത്രീകരിക്കുന്ന ഘടകം. ദൈവ സാന്നിധ്യമോ ബോധമില്ലാതെ പ്രവർത്തിച്ചതിനെ യേശുതമ്പുരാൻ ശാസിക്കുന്നു. യെരൂശലേം ദേവാലയത്തെക്കാൾ തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ യേശുതമ്പുരാൻ ഉയർത്തി കാണിക്കുന്നു. പഴയ നിയമ ദേവാലയത്തിൻ്റെ പ്രസക്തി കുറഞ്ഞു. പുതിയ നിയമ ദേവാലയം കല്ലും മണ്ണും അല്ല, മനുഷ്യഹൃദയങ്ങളാണ്. സംഗീതപ്രമാണിയും ദർശകനുമായിരുന്ന ആസാഫിന്റെ ചിന്ത, ദുഷ്ടന്മാർ സുഖമായി ജീവിക്കുന്നു, നീതിമാന്മാർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ പ്രയാസം തോന്നും. അതുപോലെ ആസാഫിനും അഹങ്കാരികളോട് അസൂയ തോന്നി. കാരണം ദുഷ്ടന്മാർ തിന്നുകുടിച്ച് അഹങ്കരിച്ച് ജീവിക്കുന്നു, അവർ സന്തോഷമായി കഴിയുന്നു. എന്നാൽ ഹൃദയത്തെ ശുദ്ധീകരിച്ച് കൈകളെ കഴുകി വെടിപ്പാക്കി നിർമ്മലരായി ജീവിക്കുന്നവർക്ക് എന്നും വേദനയും കഷ്ടപ്പാടും തന്നെ. ഈ ചിന്തകൾ നമുക്കും ഉണ്ടാകാറുണ്ട്. ആസാഫ് ദേവാലയത്തിലിരുന്ന് പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ആസാഫിന്റെ മനസ്സിൽ ഒരു വലിയ ആശ്വാസമായി അവനെ ഭരിച്ച 4 ചിന്തകൾ: the presence of God, the protection of God, the guidance of God, the assurance of God. പ്രതിസന്ധികളിൽ തളർന്നും പോകുമ്പോൾ ദൈവ സാന്നിധ്യം ശക്തി പകരുന്നു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ട് എന്ന് വാഗ്ദത്തം തന്ന രക്ഷകനായ കർത്താവിൽ നമ്മുടെ ശരീരാത്മദേഹികളെ സമർപ്പിക്കാം. മരത്തിന്റെ കൊമ്പിലിരുന്ന് പ്രാവ് അടുത്തിരുന്ന കുരുവിയോട് ചോദിച്ചു, കുരുവി, എന്താണ് ഈ മനുഷ്യൻ ഇത്ര ഭീരുവാകുന്നത്? ഇരുട്ട് കാണുമ്പോൾ അവൻ പേടിക്കുന്നു, നാളെയെ ഓർത്ത് അവൻ വ്യാകുലപ്പെടുന്നു. മരണമെന്ന് കേട്ടാൽ അവൻ കരയുന്നു. എല്ലാറ്റിനും അവൻ പരാതി പറയുന്നു. കാരണം നിനക്കറിയാമോ? അല്പനേരം ആലോചിച്ചിട്ട് കുരുവി മറുപടി പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഈ പാവം മനുഷ്യന് നമുക്കുള്ളതുപോലെ സ്നേഹിക്കുന്ന കരുതുന്ന ഒരു സ്വർഗീയ പിതാവ് ഇല്ലായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടെന്ന് അവൻ അറിവില്ല എന്ന് തോന്നുന്നു. നമ്മുടെ ധ്യാന ചിന്തകൾ കൂടുതൽ പ്രത്യാശയ്ക്കും വിശ്വാസത്തിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതി.